ഹലോ എവ്രി വൺ, വെൽക്കം ടു രുചിവിസ്മയം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. ഒരു നാടൻ കറിയാണ് കേട്ടോ ഇത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലുള്ളൂ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയും പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ അടിപൊളിയായിട്ടുള്ള ഈ കറി തയ്യാറാക്കട്ടെ. എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉള്ള സാധനം തന്നെയാണ് തക്കാളി. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെ വേണം. പിന്നെ തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി എടുക്കുക, നല്ല കളറുള്ള തക്കാളി എടുക്കുക. അതുപോലെ തന്നെ അധികം എന്താ പറയുക, മധുരമുള്ള ടൈപ്പുള്ള തക്കാളി ഒന്നും എടുക്കരുത്, നല്ല പുളിയുള്ള ടൈപ്പ് തക്കാളി എടുക്കണം. ഇപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് വേണം. പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത്. ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ മൂക്കുവശം കളയണം. അവിടെ ഒരു കയ്പ്പ് രസമുണ്ട്, അതുകൊണ്ട് നമ്മുടെ കറിയിലും ചെറുതായിട്ടൊരു കയ്പ്പ് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കറി നാടൻ തക്കാളിയൊക്കെ വെച്ച് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴും നമുക്ക് നാടൻ തക്കാളി കിട്ടാറില്ല. ഈ നാടൻ തക്കാളിയും ഹൈബ്രിഡ് തക്കാളിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ നാടൻ തക്കാളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് തന്നെ നമ്മുടെ ഈ മത്തങ്ങയുടെയൊക്കെ ഒരു ഏകദേശ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല പുളിയും അതിനുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു തക്കാളിയാണ്. ഇപ്പോൾ തക്കാളിയെല്ലാം ഞാൻ ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലൊക്കെ കറി തയ്യാറാക്കുന്നതിനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കുക. ഇനി ഇതിലേക്ക് ഇതുപോലെ നടുവേ കീറിയ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 7 പച്ചമുളക് ഇതുപോലെ നടുവേ കീറിയിട്ടുണ്ട്. പിന്നെ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഒരുപാട് വേണ്ട, നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തന്നെ മതിയാവും. ഇപ്പോൾ ഞാനിത് ഇവിടെ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കളറുള്ള നാടൻ മഞ്ഞൾപ്പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി വരണം. അപ്പോൾ തക്കാളി അത്യാവശ്യം നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി വെന്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തക്കാളി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് അലിഞ്ഞു വന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് പകുതിയായിട്ട് വറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയാണെങ്കിലും ഒരുപാടൊന്നുമില്ല, ഒരു 5-6 ടേബിൾ സ്പൂൺ മതിയാവും. അതോടൊപ്പം തന്നെ ഒരു 3 ചെറിയ ഉള്ളി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത പച്ചമുളകിന് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 പച്ചമുളക് ആവാട്ടോ. ഇപ്പോൾ എനിക്ക് പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിന് അല്പം മാത്രം വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കുക. അതിനുശേഷം അരഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട്. പകുതിയോളം വെള്ളം വറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഇതുപോലെ തന്നെ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയം അങ്ങനെ തിളപ്പിക്കാൻ പറ്റില്ല. 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ആവശ്യത്തിന് ഇതിലേക്കുള്ള വെള്ളവും കൂടെ ഇനി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർക്കുന്നത് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. തിളപ്പിച്ചിട്ട് മീഡിയം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ പാകം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ പാകം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കുറുകിയിട്ടും അല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടും അല്ല, ഇല്ല ഇടയിലുള്ള ഒരു പരുവത്തിലാണ് ഈ കറി വേണ്ടത്.
ചോറിൻ്റെ കൂടെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ ആണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് തിളച്ച് നമ്മൾ അരച്ച തേങ്ങയുടെയും ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചച്ചവ ഒന്ന് മാറണം. ഒരുപാട് സമയം തിളയ്ക്കാൻ അനുവദിക്കരുത്. ഇളക്കി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കറി പിരിഞ്ഞ പോലെ ഇരിക്കും. ഇങ്ങനെ 1-2 പ്രാവശ്യം ഇളക്കിയിട്ടിട്ട് 2-3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പച്ച ചുവയൊക്കെ മാറി നല്ലൊരു പരുവത്തിലാവും കറി. അപ്പോൾ നമ്മുടെ കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു സോസ് പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കറിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണ്ടി വരും കേട്ടോ. നമ്മൾ വേറെ വെളിച്ചെണ്ണയൊന്നും ഇതിൽ വഴറ്റുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് കറിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇപ്പോൾ 2 വറ്റൽമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിടാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി റെസിപ്പികൾ കാണാം. അതിനുവേണ്ടി എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.